ഇന്നത്തെ നമ്മുടെ ഭക്ഷണം കായ് തോരനും നമ്മുടെ മത്തങ്ങ പച്ചടിയാണ്. നമുക്കൊന്ന് തോലൊക്കെ ചെത്തി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചോറിനുള്ള വെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ് നമുക്ക് ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. ദോശയാണ് ഇന്ന് പലഹാരം. അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി വെച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് അല്പം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. മറ്റ് ദോശയാണ് തയ്യാറാക്കണത്. അപ്പം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മാവ് കൂടെ ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം. ക്യാരറ്റ് ഒന്നും പോകാതെ ഇരിക്കണമല്ലോ. അതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. തിരിച്ചു ക്യാരറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാപ്പിയാണ് നമ്മുടെ ക്യാരറ്റ് ദോശ. പച്ചടിക്കാണ് മത്തനും പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മത്തൻ ഇവിടെ ഏകദേശം വേകാറായിട്ടുണ്ട്. മത്തനും പച്ചമുളകും കൂടെയാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. വേകാനായിട്ടുണ്ട്. അരപ്പ് ചേർക്കാറായിട്ടുണ്ട്. അല്പം ഒരു 2 മിനിറ്റ് ഇതിലേക്ക് അരച്ച് വെച്ചിട്ട് അരപ്പൊഴിച്ചു. അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് ചൂടാവണം. സ്റ്റൗ ഓഫാക്കാം. നല്ല തണുത്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചടിയിൽ ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്. ഒന്ന് നല്ലതാണ്. ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞെടുക്കും. ഇതിലേക്ക് കറിവേപ്പില ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം. നമ്മളെ കൊഴിയാള മീനാണ് വറുക്കാനായിട്ട് വെച്ച് ഉച്ചത്തെ ഊണിനുള്ള മീനാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ഊണ് ഇതൊക്കെയാണ് കറികൾ.